നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ മഹാഭാരതം കഥയിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപപർവമായിട്ടുള്ള അനുദ്യൂതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തെക്കുറിച്ചിട്ട് ധാരണയുള്ളവർക്കൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങളാണ്. ചൂതുകളെയും അതോടൊപ്പം തന്നെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും ഭീമൻ്റെയും ശബദവും ഒക്കെ ചേർന്ന് വളരെ കലുഷിതമായിട്ടുള്ളതും നാടകീയ രംഗങ്ങൾ നിറഞ്ഞതും അതോടൊപ്പം തന്നെ മഹാഭാരതം കഥയിലെ മുഴുവനും വേറൊരു ദിശയിലേക്ക് തിരിച്ചു വിടുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെ നാടകീയത നിറഞ്ഞ രംഗങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്പം ഞാൻ ഈ കഥയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ അത് വിവർത്തനം ചെയ്ത വിദ്വാൻ കെ പ്രകാശം എങ്ങനെയാണോ ആ സംസ്കൃത ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അത് ഒട്ടും ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം വിശദമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരപേക്ഷ, നിങ്ങൾ ഇത് മുഴുവനും കേൾക്കുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവരിലേക്കൊക്കെ എത്തിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങളോടുണ്ട്. കൂടുതൽ ആൾക്കാർ ഇത് കേൾക്കേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ട് അറിയാനും പണ്ടത്തെ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ നടന്ന കഥയാണ്, ചരിത്രം തന്നെയാണിത്. അപ്പം അത് എങ്ങനെയാണെന്നും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടൊക്കെ അഭിമാനിക്കാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ്. ധർമ്മ അധർമ്മങ്ങൾ തമ്മിലുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും ധർമ്മത്തിൻ്റെ വിജയവുമൊക്കെ നമുക്ക് ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. കഥാപാത്രങ്ങളൊക്കെ ഇതേ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റിനും പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും സാധിക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അവിടെ പാഞ്ചാലിയെ അതിഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പാഞ്ചാലി അവൾ സ്വതന്ത്രയാണോ ദാസിയാണോ എന്നായിരുന്നു ചോദ്യം. അത് നേരിട്ട് വന്ന് ഗുരുക്കന്മാരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ദുശാസനം വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള അപമാനമൊക്കെ നേരിട്ടു. അങ്ങനെ അപമാനമൊക്കെ നേരിട്ടതിന് ശേഷം അവസാനം പാഞ്ചാലി അവിടെ വീണ്ടും കമിഴ്ന്ന് കിടന്ന് വീണ സമയത്തും വീണ്ടും അവിടെ കിടന്നുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഞാൻ സ്വതന്ത്രയാണോ ദാസിയാണെന്നുള്ള കാര്യം നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുന്നില്ല. ചിലർ മാത്രമാണ് അഭിപ്രായം പറഞ്ഞത്. ദ്രോണരും കൃപരും നമ്മുടെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രരും ഒന്നും ഒരക്ഷരം ആ സമയത്തൊന്നും മിണ്ടിയിട്ടില്ല. എല്ലാവരും ഒന്നെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടാണ്, പ്രധാനമായിട്ടും ദുര്യോധനൻ്റെ അപ്രിയം നേടണ്ട എന്നുള്ള ഒരു കാരണം പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സദസ്യരാരും പ്രതികരിച്ചില്ല. വിതുരർ പല പ്രാവശ്യം ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും ദ്രൗപദിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഭീമൻ അതിഭയങ്കരമായിട്ടുള്ള പ്രതിജ്ഞ ഒക്കെ എടുത്തു, ദുശാസനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും അങ്ങനെ അപമാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദുര്യോധനൻ പറഞ്ഞു, നിങ്ങളുടെ സ്വാമിയല്ല ഈ യുധിഷ്ഠിരൻ എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പാഞ്ചാലിയെ ഞാൻ സ്വതന്ത്രയാക്കാമെന്ന് പറഞ്ഞു. അപ്പം അർജുനൻ പറഞ്ഞു, ചൂതിന് മുമ്പ് ഇദ്ദേഹം ഞങ്ങളുടെ സ്വാമിയായിരുന്നു, ചൂതിന് ശേഷം സ്വാമിയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന കൗരവർ തീരുമാനിക്കട്ടെ, കൗരവർ മുഖ്യന്മാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകാതെ സഭയിൽ ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് വിലപേശുന്ന ഒരു വളരെ അധപ്പതിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള ദുർനിമിത്തങ്ങളുണ്ടായി. ഭയങ്കരമായിട്ടുള്ള ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് എല്ലാവരും പേടിച്ച സമയത്ത് വിതുരരും ഗാന്ധാരിയും ചെന്ന് ധൃതരാഷ്ട്ര കാര്യം ധരിപ്പിച്ചു. ധൃതരാഷ്ട്രർ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി. ഈ പേടിച്ച് കഴിയുമ്പം ചിലർക്ക് ധർമ്മബോധമൊക്കെ ഉണരും. അങ്ങനെ ധൃതരാഷ്ട്രർക്കും ആ സമയത്ത് ധർമ്മബോധം വന്നു. പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു വന്നിട്ട് അദ്ദേഹം പാഞ്ചാലിയെ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ദുശാസനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. ദുശാസനെയല്ല ദുര്യോധനെ ചീത്ത വിളിച്ചു. എന്നിട്ട് പാഞ്ചാലിയെ വിളിച്ചിട്ട് അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഈ ധൃതരാഷ്ട്രർ പറഞ്ഞു, നിനക്ക് ഞാൻ വരം തരാം, എന്താണ് വരം വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരനെ വിട്ടയച്ചു. അതിനുശേഷം രണ്ടാമതൊരു വരവും കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ബാക്കിയുള്ളവരെയും കൂടെ വിട്ടയക്കണം, അവരുടെ ആയുധങ്ങളും രഥങ്ങളും ഉൾപ്പെടെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള പാണ്ഡവർ സ്വതന്ത്രരായി. അങ്ങനെ ഇവർ സ്വതന്ത്രരായി. അവരെ കണ്ടിട്ട് യുധിഷ്ഠിരൻ ചെന്നിട്ട്
ധൃതരാഷ്ട്രരുടെ അടുത്ത് യാത്രയൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ മനസ്സിൽ വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ദുര്യോധനമായിട്ട് നിൻ്റെ സഹോദരനാണ്, അവനോട് സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറണം, പകയോടു കൂടിയിട്ട് പെരുമാറരുത്. തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വീണ്ടും ആ വൃദ്ധനായിട്ടുള്ള പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ രാജ്യമെല്ലാം തിരിച്ചു കൊടുത്ത് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ പ്രശ്നങ്ങളാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ദുശാസനൻ ഭയങ്കര അസ്വസ്ഥനായിട്ട് ഈ മന്ത്രിമാരുമായിട്ടോട്ടിരിക്കുന്ന ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു, ആ കിഴവൻ എല്ലാം നശിപ്പിച്ചു. ആ കിഴവൻ എന്നാണ് വിളിച്ചത് സ്വന്തം അച്ഛനെ. അയാൾ അവരുടെ ധനമെല്ലാം തിരിച്ചു കൊടുത്തു. പക്ഷെ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ, അവരെ നമുക്ക് അങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ദുര്യോധനും മന്ത്രിമാരായിട്ടുള്ള കർണനും ശകുനിയും കൂടെ ചെന്നിട്ട് ധൃതരാഷ്ട്രയുടെ അടുത്ത് ചെന്നിട്ട് ധൃതരാഷ്ട്രയെ നല്ലപോലെ പേടിപ്പിച്ചു. ആദ്യം കുറച്ച് ന്യായങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പേടിപ്പിച്ചിട്ട് പറഞ്ഞു, അവരെ വെറുതെ ഇരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അവരെ പാഞ്ചാലിയോടുള്ള അവമാനത്തിന് അവരെ നമ്മളെ എല്ലാവരെയും വധിക്കും എന്ന് പറഞ്ഞ് നല്ലപോലെ പേടിപ്പിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രർ ഭയങ്കര പരിഭ്രമത്തിലായി. ആ സമയത്ത് ദുര്യോധനൻ പറഞ്ഞു, അതുവരെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞു, ഇനിയും കാര്യങ്ങൾ വൈകിട്ടില്ല, അവനെ വനവാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചൂതിന് വിളിക്കാം, വിളിച്ചാൽ യുധിഷ്ഠിരൻ വരും, അതുകൊണ്ട് അവനെ നമുക്ക് എളുപ്പത്തിൽ ചൂതിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പറഞ്ഞു, ഇത്തവണ നമുക്കൊരു കരാർ വെക്കണം, ചൂതിൽ ജയിക്കുന്നവർ അല്ലെങ്കിൽ തോൽക്കുന്നവർ 12 വർഷത്തേക്ക് വനവാസത്തിന് പോകണം, അതിനുശേഷം 1 വർഷം ജനമധ്യത്തിലെ അജ്ഞാതവാസത്തിൽ കഴിയണം. അജ്ഞാതവാസത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ 12 വർഷം കൂടി വനവാസത്തിന് പോകണം. ഇനി 13 വർഷം നമ്മുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ശക്തി സംഭരിച്ച് പാണ്ഡവർ തിരിച്ചു വരുന്ന സമയത്ത് പാണ്ഡവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ധർമ്മചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ചൂതിന് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചൂതിന് വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി, ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പം പറഞ്ഞു, അവർ പെട്ടെന്ന് ദൂരെ എത്തിയിട്ടുണ്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചു വരുത്തി അവരെ ഉണ്ടാവുന്നിട്ട് ചൂത് കളിക്കട്ടെ എന്ന് പറഞ്ഞു. വൈശമ്പായൻ തന്നെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധൃതരാഷ്ട്രരെ ആയിട്ടുള്ള അന്തരാജാവിനെ അവിടെ സഭയിലുള്ള എല്ലാവരും ആ സമയത്ത് ഈ ഒരു തീരുമാനം കണ്ടുകൊണ്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മുടെ കുലം മുഴുവൻ മുടിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് രാജാവ് എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് എല്ലാവരും ഇടപെട്ടു. ദ്രോണർ പറഞ്ഞു, ദ്രോണർ ഉപദേശിച്ചു, അശുദ്ധാത്മാവ് യുയുത്സു, സോമദത്തൻ, വിതുരർ, ഭീഷ്മർ, വികർണൻ, അങ്ങനെ ആ സമയത്ത് അവിടെ സഭയിൽ ധർമ്മബോധമുണ്ടായിരുന്ന എല്ലാ കൗരവ ശ്രേഷ്ഠന്മാരും ഈ രാജാവിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ പുത്രസ്നേഹം കൊണ്ട് അന്ധനായിട്ടുള്ള ആ അന്ധരാജാവ് അവരുടെ ഉപദേശമൊക്കെ അവഗണിച്ച് വീണ്ടും പാണ്ഡവരെ ചൂതിന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ്. അപ്പം അനുഗ്രഹിച്ച് ധനമെല്ലാം കൊടുത്തുവിട്ട പാണ്ഡവരെ വീണ്ടും ചൂതിന് തിരിച്ചു വിളിക്കുന്നു എന്നുള്ള വാർത്ത ഗാന്ധാരി അറിഞ്ഞു. അങ്ങനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് അത് അവർ ചെന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുകയാണ്. അങ്ങ് ദുര്യോധനൻ ജനിച്ച സമയത്തെ ഒരു കാര്യമൊക്കെ അങ്ങ് ഓർക്കുന്നില്ല, അവൻ കുറുക്കനെ പോലെയാണ് ഓരിയിട്ടത്, അന്ന് വിതുരര് പറഞ്ഞ കാര്യം അങ്ങ് ഓർക്കുന്നില്ല, ഇവൻ കുലം നശിപ്പിക്കും, ഇവൻ കുലഘാതകനായിട്ട് തീരി, അതുകൊണ്ട് ഇവനെ വളർത്തരുത്, ഇവനെ നശിപ്പിച്ച് കളയണം എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പുത്രസ്നേഹം മൂലം അങ്ങയുടെ ഈ ഒരു ധർമ്മചിന്ത അങ്ങ് നശിപ്പിക്കരുത്, പുത്രന്മാരെ അങ്ങ് നിയന്ത്രിക്കേണ്ടതാണ്. ഈ ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് അങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങരുത്, അത് കുലനാശത്തിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ഈ കുലവൈരി അങ്ങ് ഉപേക്ഷിക്കുക. ഇപ്പോഴും അങ്ങേക്ക് ഒരു അവസരമുണ്ട്, ഈ കുലവൈരി അങ്ങ് ഉപേക്ഷിക്കുക. അവൻ നമുക്ക് വേണ്ട, ഞാൻ മുമ്പേ പറഞ്ഞാണ്, അത് ഭഗവാൻ ചെയ്തില്ല, അതുകൊണ്ട് നമ്മുടെ കുലം തന്നെയാണ് നശിക്കാൻ പോകുന്നത്. ധർമ്മവും നയവും ചേർന്ന് ഭഗവാന്റെ ബുദ്ധി തെറ്റാതെ നിൽക്കട്ടെ, ദുഷ്പ്രവൃത്തി കൊണ്ട് നേടിയ ലക്ഷ്മി വേഗം മുടിഞ്ഞു പോകും ഒക്കെ പറഞ്ഞു. പ്രകാരം ഗാന്ധാരി ധർമ്മോപദേശം ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കി തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധർമ്മത്തിൻ്റെ കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുമായിരുന്നു പുത്രന്മാരോടുള്ള സ്നേഹം കാരണം. അങ്ങനെ കുലത്തിന് വരുന്നത് വരും, മുടിയാനാണെങ്കിൽ മുടിയും, നല്ലത് വരാനാണെങ്കിൽ നല്ലത് വരും, നന്നായി വർദ്ധിക്കാനാണെങ്കിൽ അത് വർദ്ധിക്കും. അപ്പോൾ എനിക്കിനിയും പിന്തിരിയാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ഇപ്പോൾ എൻ്റെ പുത്രന്മാരുടെ ഇച്ഛ പോലെ നടക്കട്ടെ, പാണ്ഡവർ തിരിച്ചു വരട്ടെ, എൻ്റെ മക്കളുമായിട്ട് പാണ്ഡവർ വീണ്ടും ചൂത് കളിക്കട്ടെ എന്നാണ് ആ വൃദ്ധനായിട്ടുള്ള രാജാവ്, അന്ധരാജാവ് തീരുമാനമെടുത്തത്. അങ്ങനെ വൈശമ്പായനൻ കഥ തുടരുകയാണ്. ധൃതരാഷ്ട്രർ ഒരു തേരാളിയെ വിളിച്ചിട്ട്, വളരെ വേഗത്തിൽ പോകുന്ന ഒരു തേരാളിയെ വിളിച്ചിട്ട് ഈ ദൂത് യുധിഷ്ഠിരനെ അറിയിച്ചു. അങ്ങനെ യുധിഷ്ഠിരനെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി വീണ്ടും രാജാവ് ഇങ്ങനെ ചൂതിന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഈ ചൂത് രാജാവ് നമ്മളെ വിളിക്കുന്നത് നാശത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം.
പക്ഷേ വേറെ വഴിയില്ല, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല. ഇത് വിധിയാണ്. വിധിയെ തടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും ഒക്കെ തീരുമാനിക്കുന്ന വിധിയാണ്. അതിനെ നമ്മൾ എതിർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. പണ്ട് ഭഗവാൻ ശ്രീരാമൻ സ്വർണ്ണമാന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഭ്രമിച്ച സ്വർണ്ണമാനിന് പോയതാണ് വലിയ കുഴപ്പങ്ങളുണ്ടാക്കിയത്. ഇതേപോലെ തന്നെ ഇതും ചൂതും പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ ഒരു ചൂതിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ അവർ ശകുനിയുമായിട്ട് കളിച്ചാൽ ഒരിക്കലും ജയിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും യുധിഷ്ഠിരൻ ചൂതിന് തയ്യാറായിട്ട് തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് എത്തി. അപ്പം വീണ്ടും പാണ്ഡവരെ അവിടെ ഹസ്തിനാപുരിയിലേക്ക് കണ്ടപ്പോഴേ അവിടെ ഇരിക്കുന്ന സദസ്യരെല്ലാം അതിഭയങ്കരമായിട്ട് അവർ പരിഭ്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ ദുര്യോധനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദുര്യോധനോട് ഉപദേശിക്കാൻ ശ്രമിച്ചു. ദുര്യോധനൻ കേൾക്കാത്തത് കൊണ്ട് ധൃതരാഷ്ട്രരെ ഉപദേശിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ രണ്ടുപേരും ഇവരാരും പറയുന്ന ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അങ്ങനെ ക്ഷത്രിയനാശത്തിന് വേണ്ടിയിട്ടുള്ള ദൈവനിയോഗം പോലെ ആ ചൂത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. അപ്പോൾ ശകുനി ആദ്യം തന്നെ നിയമങ്ങൾ പറയാൻ തുടങ്ങി. രാജാവ്, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം രാജാവ് തിരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പുതിയ ചൂതിൻ്റെ നിയമപ്രകാരം ഞങ്ങൾ ചൂതിൽ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ 12 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകും. അതിനുശേഷം 1 വർഷം ഞങ്ങൾ ജനമധ്യത്തിൽ ജ്ഞാതവാസം നടത്തും. അതിനിടയിൽ പിടിക്കപ്പെട്ടാൽ വീണ്ടും ഞങ്ങൾ 12 വർഷം വീണ്ടും വനവാസത്തിന് പോകും. ഇത് തന്നെ നിങ്ങളും ചെയ്യേണ്ടി വരും. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളും വനവാസത്തിന് പോകണം 12 വർഷം. അതോടൊപ്പം തന്നെ 1 വർഷം അജ്ഞാതവാസം. പിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം ഇതിനു വേണ്ടി പോകേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന സഭാവാസികളൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി. ഇത് കുലനാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും സാത്വികരായിട്ടുള്ള പാണ്ഡവരെ വീണ്ടും ദ്രോഹിക്കുന്നത് കുരുകുലം മുടിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള എല്ലാവരും ഉപദേശിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവിടെ ഈ ശകുനിയും അതോടൊപ്പം ധൃതരാഷ്ട്രനും ദുര്യോധനും ഒന്നും ഇതിന് പുറകോട്ട് മാറാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. യുധിഷ്ഠിരനെയും പലരും പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വിലക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, ധർമാനുവർത്തിയായിട്ടുള്ള എനിക്ക് ചൂതുകളിയിൽ ഒരു വെല്ലുവിളി കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ തോൽക്കുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടും ലജ്ജയോട് കൂടിയിട്ട് യുധിഷ്ഠിരൻ ആ ചൂതുകളിക്ക് തയ്യാറായി എന്നാണ്. അപ്പം വീണ്ടും ശകുനി പറഞ്ഞു, നേരത്തെ പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ 12 വർഷം വനവാസത്തിന് പോകേണ്ടി വരും. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും, നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ പോകും. അപ്പോൾ ആരാണോ തോൽക്കുന്നത് അവർ വനവാസത്തിന് 12 വർഷവും 1 വർഷത്തെ അജ്ഞാതവാസവും നടത്തേണ്ടി വരും. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ശകുനി പറഞ്ഞു, ഒറ്റയേറിൽ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതും യുധിഷ്ഠിരനെ സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ കള്ളക്കളിയിൽ അഗ്രഗണ്യനായിട്ടുള്ള ശകുനി ഒറ്റയേറിൽ തന്നെ ജയിച്ചു. അപ്പോൾ ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് ശകുനി അതിഭയങ്കരമായിട്ടുള്ള അത്യാഹ്ലാദമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പാണ്ഡവർക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ട് വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്പോൾ ചൂതിൽ തോറ്റ പാണ്ഡവർ അവർ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ രാജകീയ വസ്ത്രങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് മാൻതോൽ എടുത്തണിഞ്ഞിട്ട് അവരെ ദീക്ഷ സ്വീകരിച്ച് വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു. അപ്പോൾ ആ സമയത്ത് ദുശാസനൻ വന്നിട്ട് അതിഭയങ്കരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ധനമുണ്ടായിരുന്ന സമയത്ത് ദുര്യോധനെ അപമാനിച്ചിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ ദുര്യോധനൻ ചക്രവർത്തിയായിട്ട് മാറിയില്ലേ? ആ ദ്രുപദൻ എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ദ്രൗപദിയെ, ഷണ്ണന്മാരായിട്ടുള്ള നിങ്ങൾക്ക് ഈ ദ്രൗപദിയെ തന്നത്? നിങ്ങളെക്കൊണ്ട് ഇനി എന്തിനു കൊള്ളാം? നിങ്ങൾ വെറും എള്ള് ഇല്ലാത്ത പതിര് പോലെയാണ്, വെറും പതിരാണെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്രകാരം ക്രൂരനായിട്ടുള്ള ദുശാസനൻ വീണ്ടും പാണ്ഡവരെ ഷണ്ണന്മാരെന്ന് വിളിച്ചിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരെല്ലാം അപമാനഭാരം കൊണ്ടും അതോടൊപ്പം തന്നെ ദേഷ്യം കൊണ്ടും സഹിക്കാൻ വയ്യാതെ നിന്നു. പക്ഷെ ആ ധർമ്മത്തൊന്നും ധർമ്മം വിട്ട് ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ഡവര് തയ്യാറായില്ല. അപ്പോൾ ഇപ്രകാരം ക്രൂരനായിട്ടുള്ള ദുശാസനൻ ക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭീമൻ, ഒരു സിംഹം കുറുക്കൻ്റെ നേരെ ഗർജിക്കുന്നത് പോലെ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ശകുനിയുടെ ചതിയുടെ നേട്ടം കൊണ്ടല്ലേ നീ ഇപ്പോൾ കിടന്ന് ഈ നിഗളിക്കുന്നത്?
വാക്കുകൊണ്ട് നീ ഞങ്ങളുടെ മർമ്മത്തെ മുറിവേൽപ്പിച്ചു. പോരിൽ ഞാൻ നിന്റെ മർമ്മം പിളർന്ന് നിന്റെ രക്തം ഞാൻ കുടിക്കും, യുദ്ധത്തിൽ പിളർക്കും. അതുകൊണ്ട് നിന്റെ അനുയായികളെ ഞാൻ നിശേഷം മുടിക്കുമെന്ന് പറയും. അപ്പോൾ വൈശമ്പായനും പറഞ്ഞു, ഇപ്രാവശ്യം ഗർജിക്കുന്ന ഭീമൻ്റെ മുമ്പിൽ ദുശാസനൻ പരിഹാസഭാവത്തിൽ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഗൗ ഗൗ, പശു പശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുകരിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവരുടെ ചുറ്റിനും കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഭീമൻ്റെ ദേഷ്യം വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ ദുശാസന ചതിച്ചു ജയിച്ച ഇങ്ങനെ നിഗളിക്കുന്ന നിനക്ക് ഒരു പൗരുഷവും ഇല്ലെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ. നിന്റെ മാരടം കുത്തിപ്പിളർന്ന് നിന്റെ ചോര ഞാൻ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിതാക്കന്മാരുടെ പുണ്യം കിട്ടാതെ പോട്ടെ. നിന്റെ അനുജന്മാരായിട്ടുള്ള എല്ലാ യോദ്ധാക്കളെയും എല്ലാവരും കാണുക ഞാൻ വധിക്കും എന്ന് പറഞ്ഞു. അപ്പം വൈശമ്പായനും പറഞ്ഞു, ഭീമനി ശബ്ദം ചെയ്തതിന് ശേഷം സഹോദരന്മാരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഭീമൻ്റെ ആ സിംഹനടയെ അനുകരിച്ചുകൊണ്ട് ദുര്യോധനൻ പുറകെ നടന്ന് ഗോഷ്ഠി കാണിച്ചുകൊണ്ട് അഹങ്കാരം കൊണ്ടും സന്തോഷം കൊണ്ടും മതിമറന്നിട്ടുള്ള ദുര്യോധനൻ ഭീമനെ കളിയാക്കിക്കൊണ്ട് ഗോഷ്ഠി കാണിച്ചുകൊണ്ട് അനുകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതുകൊണ്ട് ഭീമൻ പറഞ്ഞു, ഇതുകൊണ്ടായില്ല ദുര്യോധന, നീ പരിഹസിച്ചു കഴിഞ്ഞുള്ള മറുപടി യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ പ്രവർത്തനത്തിലൂടെ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. അപ്പം തന്നെയും സഹോദരന്മാരെയും അപമാനിച്ച ദുര്യോധനനെ നോക്കി കോപം കടിച്ചിറക്കിയ ഭീമസേനൻ കൗരസഭ വിട്ടുപോരുമ്പോൾ ഇപ്രകാരം വീണ്ടും അതിഭയങ്കരമായിട്ടുള്ള ഒരു ശപഥം ചെയ്തു. ദുര്യോധനനെ ഞാൻ കൊല്ലും, കർണനെ അർജുനൻ കൊല്ലും, ശകുനിയെ സഹദേവൻ കൊല്ലും. നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളുക, മഹായുദ്ധം അടുത്തു കഴിഞ്ഞു. ഈ ദേവതമാർ ഈ യുദ്ധം നടത്തും, ഇത് നടത്തും. പാപിയായിട്ടുള്ള ദുര്യോധനെ ഗത കൊണ്ട് അടിച്ചു വീഴ്ത്തി അവൻ്റെ തലയിൽ ഞാൻ ചവിട്ടും, തല ഞാൻ നിലത്തിട്ട് ചവിട്ടും. ദുശാസനൻ്റെ രക്തം സിംഹം കുടിക്കുന്നത് പോലെ ഞാൻ കുടിക്കും പറഞ്ഞു. അപ്പം അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, വാക്കുകൾ കൊണ്ട് നമ്മളിത് പറയണ്ട, 14 വർഷം കഴിയുമ്പോൾ പ്രവൃത്തിയിലൂടെ ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ്, ദുര്യോധന നിന്നെ ഞാൻ വധിക്കും. കർണനെയും ദുശാസനെയും ശകുനിയുടെയും രക്തം ഈ ഭൂമിയിൽ വീഴും, യാതൊരു സംശയവും വേണ്ട. ഇപ്പം അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനനും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം അവിടെ വെച്ചെടുത്തു. കണ്ടവരെ അസൂയയോട് കൂടിയിട്ട് അതിശയവാക്കുകൾ പറയുന്ന കർണനെ, ജ്യേഷ്ഠ, ഭവാന്റെ വാക്കനുസരിച്ച് ഞാൻ വധിക്കും. ഭീമസേന, അങ്ങേക്ക് ഞാൻ വാക്ക് തരികയാണ്. ഇതാ അർജുനൻ ശപഥം ചെയ്യുന്നു, കർണനെയും കൂട്ടുകാരെയും ഞാൻ അസ്ത്രങ്ങളെ ഇത് കാലപുരിക്ക് അയക്കും. അവനെ സഹായിക്കാൻ വരുന്ന എല്ലാവരെയും ഞാൻ കാലപുരിക്ക് അയക്കും. ഈ വാക്ക് തെറ്റിപ്പോയാൽ ഹിമാലയം പിളർന്നു പോട്ടെ, സൂര്യൻ്റെ ചൂട് നഷ്ടപ്പെടട്ടെ, ചന്ദ്രൻ്റെ തണുപ്പ് നഷ്ടപ്പെട്ടോട്ടെ. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ശപഥം ഞാൻ നടത്തും. 14 ആണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ദുര്യോധനൻ ഞങ്ങൾക്ക് ക്ഷേമത്തോടു കൂടിയിട്ട് ആ രാജ്യം തിരിച്ചു തന്നില്ല എങ്കിൽ ഈ ശപഥം ഞാൻ നടത്തും. ഒരു ശപഥം കൂടി അർജുനനെടുത്തു. ഇനിയും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം സ്ഥിരമായി കാണുന്നവരെ അഭിപ്രായങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.